കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എന്താണ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? വേണു, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെജ്രിവാളിന്റെ ഈ ഹർജി പരിഗണിച്ച സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഈ ഹർജിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് അത് നിയമപരമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം. അത് പരിശോധിക്കുന്നതിനായി വിശാല ബെഞ്ചിന് വിടാൻ ഈ രണ്ടംഗ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് ഈ ഒരു ഇടക്കാല ജാമ്യം നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കുക എന്നുള്ളത്. രണ്ടംഗ ബെഞ്ചാണ്, സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിബാങ്കർ ദത്ത എന്നിവരടങ്ങുന്നതാണ് ഈ ബെഞ്ച്. അതിനെ ചോദ്യം ചെയ്താണ് കെജ്രിവാൾ എത്തിയത്. പക്ഷെ പിന്നീട് CBI അറസ്റ്റ് ചെയ്തിരുന്നു. അത്തരം സാങ്കേതിക നൂലാമാലകൾ വല്ലതുമുണ്ടോ? അതല്ല ഈ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ജയിൽ മോചിതനാകാൻ കഴിയുമെന്നാണോ? വേണു, നിലവിലെ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് കെജ്രിവാളിന് ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അതിനുശേഷം CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CBIയുടെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇന്ന് അദ്ദേഹത്തെ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് അധിക കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ, ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് ഇനിയും നിയമപോരാട്ടം ആവശ്യമായി വരും. എങ്കിൽ പോലും EDയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ കെജ്രിവാളിന്റെ അഭിഭാഷകർ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കും എന്ന് വ്യക്തമാണ്. എങ്കിൽ പോലും മോചനം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കുറവാണെങ്കിലും കെജ്രിവാളിന് EDയുടെ കേസിൽ തൽക്കാലത്തേക്ക് ആശ്വാസം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിച്ചത്. ഇക്കാര്യങ്ങൾ വിശദമായ പരിശോധനകൾ തന്നെ ആവശ്യമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിലയിരുത്തിയത്. പ്രധാനമായും ഈ PMLA വകുപ്പിലെ സെക്ഷൻ 19, 45 എന്നീ രണ്ട് ചട്ടങ്ങൾ സംബന്ധിച്ചാണ് കോടതി വിശകലനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ജാമ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ളതാണ് വിധി പ്രസ്താവത്തിൽ ആദ്യം തന്നെ രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കിയത്. PMLA 19 പാരാമീറ്ററുകളാണ് പ്രധാനമായും പരിശോധിച്ചത് എന്നും ഇതിൽ സെക്ഷൻ 19 എന്നുള്ളത് ഇത് ഉദ്യോഗസ്ഥർ തലത്തിൽ ചുമത്തുന്നതാണ്. അത് കോടതിക്ക് അവലോകനത്തിന് വിധേയമാണ്. എന്നാൽ സെക്ഷൻ 45 എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ അത് വിശാല ബെഞ്ചിന് വിടാനുള്ള ഒരു തീരുമാനം സുപ്രീം കോടതി എടുക്കുകയായിരുന്നു ഈ വിധി പ്രസ്താവത്തിലൂടെ രണ്ടംഗ ബെഞ്ച്. തുടർന്നാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കാനും ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ആശ്വാസമാണ്, രാഷ്ട്രീയമായും അദ്ദേഹത്തിന്റെ വിജയമാണ് എന്നുള്ളതാണ്. ED അദ്ദേഹത്തെ മാർച്ച് 21 അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തന്നെ ജാമ്യാപേക്ഷയ്ക്ക് മുമ്പായി തന്നെ കെജ്രിവാൾ ഈ വിചാരണ കോടതിയെ സമീപിച്ചത് തന്റെ അറസ്റ്റ് ഒപ്പം തന്നെ വിചാരണയും അത് നിയമവിരുദ്ധമാണ് EDയുടെ നടപടി എന്നുള്ളതാണ്. തുടർന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ നിയമ പോരാട്ടവുമായി കെജ്രിവാൾ നീങ്ങുകയായിരുന്നു. ജാമ്യാപേക്ഷ പോലും നൽകാതെ എന്നുള്ളതായിരുന്നു ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. തുടർന്ന് കോടതിയുടെ തന്നെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പ്രചാരണ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യത്തിനായുള്ള അപേക്ഷ നൽകുന്നതും അദ്ദേഹത്തിന് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ കെജ്രിവാളിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച വാദം എന്നുള്ളത് അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ള വാദം അത് സുപ്രീം കോടതി തള്ളിയിട്ടില്ല. അതിൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി എന്നുള്ളത്. കോടതിക്ക് മുന്നിൽ തന്നെ ഈ വിഷയം തുടരും എങ്കിൽ പോലും കെജ്രിവാൾ
കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കാനും സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി CBI കേസാണ് കെജ്രിവാളിന് മുന്നിലുള്ളത്. ഈ ED കേസിലെ ഈ വിഷയങ്ങൾ, സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ CBI രജിസ്റ്റർ ചെയ്ത കേസിലും കെജ്രിവാളിന് അനുകൂലമായി നീങ്ങിയേക്കാമെന്ന കണക്കുകൂട്ടൽ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിന്റെ അഭിഭാഷകർക്കുമുണ്ട്. നിലവിലിപ്പോൾ EDയുടെ കേസിൽ അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് അദ്ദേഹം ജയിലിൽ തന്നെ തുടരും എന്നുള്ളതാണ് നിലവിൽ ഉള്ള സാഹചര്യം. വേണു. ബൽറാം, ഇന്നത്തെ ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം അനുവദിക്കൽ, അതുപോലെ തന്നെ ഇതിലെ നിയമപ്രശ്നങ്ങൾ വിശാല ബെഞ്ചിന് വിടൽ, ഇത് രണ്ടും EDയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയല്ലേ? വേണു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടിയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഈ കേസിൽ കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ച് ഇതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കെജ്രിവാളിന്റെ അഭിഭാഷകർ അല്ലെങ്കിൽ കെജ്രിവാളിന്റെ ഹർജി എന്ന് തന്നെ EDയുടെ നടപടി തീർത്തും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും കെജ്രിവാളിനെതിരെ കൃത്യമായ തെളിവുകളില്ല. അദ്ദേഹത്തിന് എതിരെ ഈ സാക്ഷികളുടെ മൊഴികൾ മാത്രമാണ്, മാപ്പ് സാക്ഷികളുടെ മൊഴികൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് കെജ്രിവാളിനെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത് എന്നും 100 കോടി രൂപയുടെ കോഴ നടന്നു എന്ന് ആരോപിക്കപ്പെടുമ്പോഴും 1 രൂപ പോലും അതുവരെ നടത്തിയ അന്വേഷണത്തിലോ തെരച്ചിലിലോ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു. കൂടാതെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ അഭിഭാഷകരെയോ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നും സുപ്രീം കോടതിയിൽ കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉന്നയിച്ചു. തുടർന്ന് അക്കാര്യങ്ങൾ കെജ്രിവാളിനെതിരായ മൊഴികൾ അടക്കമുള്ള രേഖകൾ സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു വിചാരണാ വേളയിൽ. അതിൽ കെജ്രിവാളിനെതിരെ മൊഴികൾ ഉണ്ട് എന്നും അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച മൊഴികൾ ഉണ്ട് എന്നും വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് എന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഈ കെജ്രിവാളിന് എതിരായ ഉള്ള രേഖകൾ അത് പൂർണ്ണമായും ഹാജരാക്കാനോ കെജ്രിവാളിനോ അഭിഭാഷകർക്കോ ലഭ്യമാക്കാനോ കഴിയില്ല എന്നുള്ള ഒരു സമീപനം ED സ്വീകരിച്ചിരുന്നു ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ. എന്നാൽ അത്തരത്തിൽ ഈ പ്രതിക്ക് എന്താണ് തനിക്കെതിരായ കുറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണ് എതിരായ തെളിവുകൾ എന്നറിയില്ലെങ്കിൽ എങ്ങനെ എതിർവാദങ്ങളോ ഉന്നയിക്കാൻ കഴിയും എന്ന ചോദ്യം സുപ്രീം കോടതി ചോദിക്കുകയും ഈ രേഖകൾ ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ വാദം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ EDക്കെതിരായ പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തുടർന്നാണ് മെയ് 17-ന് വാദം പൂർത്തിയാക്കുകയും തുടർന്ന് വിധി പറയാൻ മാറ്റുകയും ചെയ്ത ഘട്ടത്തിൽ തന്നെ കെജ്രിവാളിന് സാധാരണ ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാവുന്നതാണ് കോടതി നിർദ്ദേശിച്ചിരുന്നു. ശരി, സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വന്നിരിക്കുകയാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.